പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. ഇവിടെ പുതുപ്പള്ളിയിലെ ഗ്രാമപഞ്ചായത്തും പുതുപ്പള്ളിയിലെ വയോജന ക്ലബ്ബും കൂടെ നേതൃത്വം കൊടുക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. നമുക്കതിന്റെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ കൃപാവരം ഞങ്ങളിൽ ചൊരിയുന്നു. ഈ ക്ലബിന്റെ പ്രസിഡന്റും യോഗ അധ്യക്ഷനുമായ MG നൈനാൻ സാറാണ് പ്രസംഗിക്കുന്നത്. യോഗ ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി പൊന്നമയേന്ദ്രൻ, വിലാസമില്ലാതിരിക്കുന്ന ശ്രീ വിനോദ് കുര്യാക്കോസ്, ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഡോക്ടർമാരെ, അവരുടെ സ്റ്റാഫുകൾ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളെ, എല്ലാവർക്കും വിനീതമായി നമസ്കാരം. പുതുപ്പള്ളി വയോജന ക്ലബിന്റെയും പുതുപ്പള്ളി പഞ്ചായത്തിന്റെയും കൂടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ ക്യാമ്പ് നടക്കാനെന്നുള്ള ആവശ്യത്തിന്റെ പേരിൽ കൂടുതൽ കാര്യമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. കാരണം സമയം പോയിരിക്കുന്നു. ആ ഒരു അവസരത്തിൽ ഇന്നമായിരിക്കുന്ന ചടങ്ങ് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ MG നൈനാൻ അവരുടെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് കാരണമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടക ശ്രീമതി പൊന്നമയേന്ദ്രൻ എത്തിച്ചേർന്നിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്, എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ ശ്രീമതി പൊന്നമേന്ദ്രനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് കാരണമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ പ്രമോദ് കുര്യരസ്, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് കാരണമായി സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വർഷമാണി, ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ മെമ്പർമാരായി ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഡോക്ടർ അരുൺകുമാർ EN, ചീഫ് മെഡിക്കൽ ഓഫീസർ, സർക്കാർ ഹോമിയോ പുതുപ്പള്ളി, ഡോക്ടറെ ഈ യോഗത്തിലേക്ക് കാരണമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ ലിസ ആൻഡ് ജോസ്, മെഡിക്കൽ ഓഫീസർ PHC പുതുപ്പള്ളി. ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ ക്യാമ്പ് വിജയിപ്പിക്കാൻ നമ്മളൊത്ത് സഹകരിക്കുന്ന ഡോക്ടർ ലിസ ആൻഡ് ജോസിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി S അവരുടെ ഈ യോഗത്തിലേക്ക് കാരണമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
കൂടാതെ അഗർവാളിന്റെ ആൾക്കാർ ഇവിടെ കമ്മ്യൂണിറ്റി പരിശോധനയ്ക്ക് എത്തിച്ചേർന്നിട്ട് അഗർവാൾ നമ്മളുമായി സംസാരിക്കുകയും അവരെത്തിച്ചേരാൻ അറിയിക്കുക. അതിന്റെ PR അരുൺകുമാർ അദ്ദേഹത്തിനോട് വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഈ യോഗത്തിലെ കാരണവാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മെഡിക്കൽ വിഭാഗങ്ങളിലുള്ള ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എന്നുവേണ്ട എല്ലാ സ്റ്റാഫുകളെയും ഈ പഞ്ചായത്തിലെ മുഴുവൻ ആശാ വർക്കർമാരെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ അധികം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മളെ ഈ ക്യാമ്പിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ആരോഗ്യമുള്ള ഒരു ജനമാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത്. കേരളം നമ്മളിപ്പോഴും ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഇന്ന് മുമ്പോണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ പകർച്ചവ്യാധികളടക്കമുള്ള മാലിന്യ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതിനെയൊക്കെ മാറ്റിയെടുക്കുന്നതിനൊരു വളരെ സംസ്കാരം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഈ സമൂഹത്തില് ലോക ആരോഗ്യ സംഘടന കണക്കനുസരിച്ചൊക്കെ പറയുമ്പോൾ 2050 ആകുമ്പോഴത്തേക്കും പകർച്ചവ്യാധികൾ കൊണ്ട് ലോക ജനസംഖ്യയുടെ 20% വരെ മാറ്റപ്പെടാം എന്നുള്ള കണക്കുകളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാലിന്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതികളെ പറ്റി നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഒരു സംസ്കാരം രൂപപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ഇത് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 30% വയോജനങ്ങളുടെ ഒരു കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ ജോലി സാധ്യതകൾക്ക് വേണ്ടി ഇന്ന് നമ്മുടെ യുവജനങ്ങളൊക്കെ വിദേശത്ത് പോകുമ്പോൾ അവരുടെ മാതാപിതാക്കളും അടക്കമുള്ള ആൾക്കാരെ ഇന്ന് കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനൊരു മാറ്റം ഉണ്ടാവണം. അവർക്ക് മാനസികമായും ആരോഗ്യപരമായും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ടാണ് ഇതുപോലെയുള്ള വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള കരുതലിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2023 തന്നെ നമ്മൾ വയോജന ക്ലബ്ബ് രൂപീകരിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് വളരെ പ്രതിജ്ഞാബദ്ധരായ ഒരു നല്ല ടീമിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിരവധി അധ്യാപകർ, മുൻ ഗവൺമെന്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരടങ്ങിയ ഒരു ടീമാണ്. ആ ടീമിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കവലയിലുള്ള ജംഗ്ഷനിലുള്ള പഞ്ചായത്ത് ബിൽഡിംഗിൽ അത് രാവിലെ എന്നും അവിടെ യോഗ പരിശീലനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് ഈ ക്ലബിന്റെ പ്രവർത്തനം അങ്ങോട്ട് ആരംഭിക്കുന്നു. ഈ ക്ലബ്ബ് ഇവിടെ വയോജനങ്ങൾക്കായി ക്യാമ്പ് നടത്തുന്നതോടൊപ്പം തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നമ്മൾ 2 ലക്ഷം രൂപയോളം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ക്യാമ്പിന് വേണ്ട വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അവരെ ഈ ക്യാമ്പിൽ കൂടിയാണ് ഗുണഭോക്താക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനുള്ള ഫോമൊക്കെ ഇന്ന് ആശാ വർക്കർമാരെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്നത് ലഭ്യമാണ്. അപ്പോൾ അവരെ അപേക്ഷ ഇവിടെ സ്വീകരിക്കുന്നതും നമ്മുടെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് മുൻഗണനാ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മൾ നൽകുന്നതുമാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ന് ജീവിതത്തിലെ പല മാരകമായ രോഗങ്ങളും ആരംഭത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പോലും അതിന് ഗുരുതരാവസ്ഥയിൽ എത്തിയതിനു ശേഷമാണ് നാം മനസ്സിലാകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ ഒരു ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്ന് എല്ലാ വാർഡിലും ഓരോ മാസത്തിൽ 2 പ്രാവശ്യം ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ അടക്കമുള്ള ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥര് വാർഡിലെ മെമ്പർ നിർദ്ദേശിക്കുന്നു. ആശാ വർക്കറും ഇവിടെ കൂടി ആ വാർഡിലെ വിവിധ 2 ഭാഗങ്ങളിലെ നമ്മൾ ക്യാമ്പുകൾ നടത്തി നിരവധി രോഗികളെ അവരുടെ ഷുഗർ, പ്രഷർ, അവരുടെ ഹീമോഗ്ലോബിന്റെ അളവുകളൊക്കെ പരിശോധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മരുന്നുകളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആരോഗ്യ മേഖലയിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ട് തുക മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിന് നമ്മളൊപ്പം സഹകരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഈ സമയത്ത് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തില് നമ്മുടെ മലകുന്നം പയ്യപ്പാടിക്ക് സമീപമുള്ള മലകുന്നത്തെ 50 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം പൂർത്തീകരിച്ചായിരുന്നു. അതിലാണ് നമ്മുടെ PHCയുടെ കീഴിലുള്ള ലാബിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ വാർഷിക പദ്ധതിയിലെ ഏകദേശം ഗവൺമെന്റ് സഹായത്തോടുള്ള 25 ലക്ഷം രൂപയോളം ചെലവഴിച്ച ലാബിന്റെ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുകയുണ്ടായി. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ മാർച്ച് മാസം 3-ാം തീയതി
ലാബ് നമുക്ക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും പെരുമാറ്റ ചട്ടങ്ങളും ഉള്ളത് കാരണം അതിന്റെ പ്രവർത്തനശാല ആരംഭിക്കാൻ കാലതാമസം ഉണ്ടായി. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ ആ ലാബിന്റെ പ്രവർത്തനം ഇന്നുകൊണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരുടെ മുഴുവൻ ബ്ലഡ് പരിശോധനകളും സൗജന്യമായിട്ട് നടത്തുന്നതാണ്. അതിനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. അപ്പൊ ഇതിനൊക്കെ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ടീം, മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഡോക്ടർ ലിസ്ലിയെ ഈ സമയത്ത് ഞാൻ പഞ്ചായത്തിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നതിലേക്ക് അവർ കാണിക്കുന്ന ഊർജ്ജസ്വലത, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഊർജ്ജസ്വലത എല്ലാവർക്കും മാതൃകാപരമാണ്. അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഈ വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ക്യാമ്പിൽ കൂടെ നിരവധി രോഗികൾക്ക് പ്രയോജനകരമാവട്ടെ. ജില്ലയിലെ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മെഡിക്കൽ ആരോഗ്യ രംഗത്തുള്ള വളരെ വിദഗ്ധന്മാരുടെ ഡോക്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഓർത്തോമോളജിയിലായാലും നമ്മുടെ ഓർത്തോയിലൊക്കെ ആയെങ്കിലും ഹോമിയോ വിഭാഗത്തിന്റെ ഒക്കെ ആണെങ്കിലും വിദഗ്ധ ടീം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ദന്തലിന്റെ അവരെ എല്ലാവരെയും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും പൗരാവലിയുടെ പേരിലും ഞാൻ ഈ സമയത്ത് അനുമോദിച്ചുകൊണ്ട് അവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടെ ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും വയോജന ക്ലബും സംയുക്തമായി നടത്തപ്പെടുന്ന ഈ മെഡിക്കൽ ക്യാമ്പിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന വയോജന ക്ലബിന്റെ പ്രസിഡന്റ് MG നൈനാൻ സാറ്, ഉദ്ഘാടനം ചെയ്ത പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യമായ വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ്, നമുക്ക് സ്വാഗതം ആശംസിച്ച വയോജന ക്ലബിന്റെ സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ PR ശിവരാജേട്ടൻ, എൻ്റെ സഹ മെമ്പർമാരായ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തമ്മ തോമസ്, 6ാം വാർഡ് മെമ്പർ ജിനു കെ പോള്, 8ാം വാർഡ് മെമ്പർ സുധൻ മെമ്പർ, 5ാം വാർഡ് മോൻചായൻ, ബഹുമാന്യരായ നമ്മുടെ പഞ്ചായത്തിന്റെ PHS ഡോക്ടർ ലിസ്, ആയുർവേദ ഹോമിയോ ഡോക്ടർ ബഹുമാനായ ഡോക്ടർ അനിൽകുമാർ, ബഹുമാന്യായ ആയുർവേദ ഡോക്ടർ അഞ്ജലി, ബഹുമാന്യായ വയോജന ക്ലബിന്റെ സെക്രട്ടറിമാരെ, അംഗങ്ങളെ, ബഹുമാനായ ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ, അഗർവാളിന്റെ ഉദ്യോഗസ്ഥരെ, എത്തിയിരിക്കുന്ന എല്ലാവരുമേ, നമുക്കൊരു നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ നടത്തിയിരിക്കുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വയോജന ക്ലബിനായി 2023 ഫണ്ട് വെച്ച് സ്വരൂപിച്ചതാണ്. പുതുപ്പള്ളി കവലയിലുള്ളൊരു കൂട് തന്നെ അതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ മക്കൾ വിദേശങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നത് കൊണ്ട് അതിന് പല പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. അതിൽ മുന്നോട്ട് അവർ കൂടുതലേ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇന്ന് ജോലി തേടി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കള് അവരുടെ അപ്പം അവർക്കൊരു മനസ്സിന് സന്തോഷവും ഉല്ലാസവും കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ വയോജന ക്ലബ് നമ്മൾ രൂപീകരിച്ചേക്കുന്നത്. ക്ലബിന് ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് എല്ലാവിധ ആശംസയും ഭാവങ്ങളും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹോമിയോ ആയുർവേദ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പുതുപ്പള്ളി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അതോടൊപ്പം തന്നെ ആയുർവേദ ഹോമിയോ ആശുപത്രികളുടെയും വയോജന ക്ലബിന്റെ സഹകരണത്തോടുകൂടി നമ്മൾ വയോജനങ്ങൾക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. അപ്പം ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓർത്തോ, ഗൈനക്ക്, ഡെർമറ്റ്, ഒഫ്താൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ദന്തരോഗ വിഭാഗം, ആയുർവേദ, ഹോമിയോ ഡോക്ടർമാരുടെയും സേവനം ലഭ്യമാണ്. ജീവിതശൈലി രോഗനിർണയങ്ങളുടെ സ്ക്രീനിങ്ങും അതോടുകൂടി തന്നെ ക്യാൻസർ സ്ക്രീനിങ്ങും നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് കൂടാതെയുള്ള സ്പെഷ്യാലിറ്റികളിൽ ഏതെങ്കിലും ഡോക്ടർമാരെ കാണിക്കുന്നതിനുള്ളവർക്ക് ടെലി കൺസൾട്ടേഷൻ സംവിധാനം ലഭ്യമാക്കിയിട്ടുണ്ട്. മരുന്നുകളും ലാബും എല്ലാ മരുന്നുകളും ലാബ് രക്തപരിശോധനയും സൗജന്യമായി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും താൽക്കാലികത്തിലുള്ള ലാബിന്റെ ഉദ്ഘാടനം കൂടി ഇതിനൊപ്പം തന്നെ നടത്തുകയാണ്. പിന്നെ ഇതുകൂടാതെ പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ കട്ടിൽ, വാക്കിംഗ് സ്റ്റിക്ക്, വാക്കർ, എയർബഡ് തുടങ്ങിയ ഉപകരണങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം പാലിയേറ്റീവ് വിഭാഗത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും പ്രയോജനമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിക്കുന്നു. പുതുപ്പള്ളി വയോജന ക്ലബിൻ്റെ പ്രസിഡന്റ് MG നൈനാൻ സാറ്, അവരൊക്കെ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഇതുപോലെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
പുതുപ്പള്ളി പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായിട്ട് ചെയ്തിരിക്കുന്ന ഇതൊരു നല്ല പ്രവൃത്തിയാണ്. അവരെ അതിൻ്റെ ഭാരവാഹികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. നമ്പർ ഇതൊക്കെ നോക്കുന്നുണ്ടോ? ബ്ലഡ് എടുത്തോ? അതോടൊപ്പം തന്നെ രോഗികൾക്കും കിടപ്പ് രോഗികളുമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നൽകാനുള്ള പട്ടിക ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ക്യാമ്പ് കണ്ടാൽ അറിയാം. അതുപോലെ എല്ലാ മെഡിക്കൽ രംഗത്തുള്ള എല്ലാ വില കൂടിയ മരുന്നുകളും എല്ലാം ആയിട്ടാണ് അവരിന്ന് എത്തിയിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടുത്തെ കാണാനുണ്ട്, എല്ലാ മരുന്നുകളും ഉണ്ട്. ഓരോ സെക്ഷനായിട്ട് അലോപ്പതി ആണെന്നുണ്ട്, അലോപ്പതിയുടെ തന്നെയുണ്ട്, ആയുർവേദത്തിൻ്റെയാണ് ആയുർവേദം, ഹോമിയോ, അങ്ങനെയുള്ള എല്ലാം അന്നേരം തന്നെ നോക്കിയിട്ട് അവർക്കുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നു. ഇതുപോലെ പഞ്ചായത്തും വയോജന ക്ലബ്ബും കൂടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അധികം പേരൊന്നും പുതുപ്പള്ളിയിൽ നിന്ന് എത്തിയിട്ടില്ലെന്നുള്ളത് വളരെ സങ്കടമുള്ള കാര്യമാണ്. അതുപോലെ ഡോക്ടർമാർ, എല്ലാ അതിവിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മളൊക്കെ ഈ പഞ്ചായത്തുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ സൗജന്യമാണെന്നോർത്ത് ഓർക്കുമ്പോൾ എല്ലാവരും ഓർക്കും സാധാരണ എന്തെങ്കിലും പേരിന് മാത്രം എന്തെങ്കിലും ഡോക്ടർമാർ വന്ന് ചെയ്യുന്ന പരിപാടിയാണെന്ന് ഓർക്കും. പക്ഷേ അതൊന്നുമല്ല. ഏറ്റവും മെഡിക്കൽ രംഗത്തുള്ള ഏറ്റവും മിടുക്കരായ ഡോക്ടർമാരും ഒക്കെ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കണ്ടോ, പ്രായമുള്ള കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഏത് വിഭാഗത്തിനും എല്ലാ കാര്യങ്ങളും എന്ത് സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ ഈ ക്യാമ്പ് ഉപകരിക്കും. പക്ഷേ അതിന് പുതുപ്പള്ളിയിലുള്ള ആൾക്കാർ അതിന് മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാര്യം. എങ്കിലും അവിടെ ധാരാളം ആൾക്കാർ തന്നെ എത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ ക്യാമ്പ്. അതുപോലെ പഞ്ചായത്തിലെ ആശാ വർക്കർമാരും അവരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി അക്ഷയ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ മസ്റ്ററിങ് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രായമുള്ളവർക്കെല്ലാം അത് ഒരുപാട് ഉപകരിക്കും. ഈ ക്ലബിൻ്റെ പ്രസിഡൻറ്റ് MG നയനാൻ സാറാണ്. ക്ലബിൻ്റെ സെക്രട്ടറി PR ശിവരാജൻ സാറാണ്. അതുപോലെ ക്ലബിൻ്റെ വൈസ് പ്രസിഡൻറ്റ് KP മാത്യു. വളരെ നല്ല രീതിയിൽ തന്നെയാണ് പുതുപ്പള്ളിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും വയോജന ക്ലബ്ബും കൂടെ നേതൃത്വം കൊടുത്ത് നടക്കുന്ന ഈ പരിപാടി ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത സമീപ പ്രദേശങ്ങളിലൊന്നും ചെയ്യാത്ത സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തും ഈ ക്ലബ്ബും കൂടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പുതുപ്പള്ളിയിലെ അംഗങ്ങൾ എല്ലാ മാധ്യമങ്ങളിലൂടെ എല്ലാം ഇതിൻ്റെ അറിയിപ്പ് കൊടുത്താണ്. ഇന്ന് പത്രത്തിൽ വരെയുണ്ട്. പക്ഷേ നമ്മുടെ പുതുപ്പള്ളിയിലുള്ള ആൾക്കാരൊന്നും അധികം പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. മറ്റുള്ള ഹോസ്പിറ്റലിൽ പാമ്പാടി ആശുപത്രിയിലും തോട്ടയ്ക്കാട്ടും അതുപോലെ കോട്ടയം ജില്ലാ ആശുപത്രിയിലെല്ലാം പോയി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അതുപോലും പാടില്ലാതെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇതുപോലൊരു സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ഇതാരും പ്രയോജനപ്പെടുത്തില്ലെന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്.